ചെറുകഥ ബേബിയാട്. ഒരാട്ടിടയനും ഒരു കൂട്ടം ആടുകളും മനോഹരമായ കുന്നുകളിലും മലഞ്ചെരുവുകളിലും മേഞ്ഞുകൊണ്ടിരുന്നു. അവിടെ താഴ്വരകളിൽ നീരുറവകൾ അധികമുണ്ടായിരുന്നു. ഇടയന് ആടുകളെന്നാൽ ജീവനായിരുന്നു. ഒരിളംകാറ്റ് അവിടെ വീശിക്കൊണ്ടിരുന്നു. ആ കാറ്റിന് മനോഹരമായ പൂക്കളുടെ ഗന്ധമായിരുന്നു. കൂട്ടത്തിലെ ചെറിയ ആടുകളിൽ ഒന്നായ ബേബിയാടിന് കുസൃതി കൂടുതലായിരുന്നു. കൂട്ടത്തിലെ ആടുകളുമിൽ ചാടിക്കയറുകയും തന്നേക്കാൾ വലിയ ആടുകളുമായി കൊമ്പ് കോർക്കുകയും ചെയ്യും. ഇടയ്ക്കിടയനെ പുറംകാലുകൊണ്ട് തൊഴിക്കും. തലവെച്ച് ഇടയന്റെ കാലുകളിൽ ഇടിക്കും. ബേബിയാടിന്റെ കുസൃതികളെ കാണുമ്പോൾ ഇടയൻ അതിനെ കരങ്ങളിൽ ഉയർത്തി ഉമ്മ വയ്ക്കുമായിരുന്നു. ബേബിയാട് തല ഉയർത്തി ദൂരേക്ക് നോക്കി. അങ്ങകലെ ഒരു താഴ്വരയിൽ മനോഹരമായ ഒരു പൂന്തോട്ടം കാണാമായിരുന്നു. അവൻ അവിടേക്ക് പോകുവാൻ വലിയ ആഗ്രഹമായിരുന്നു. പല രാത്രികളിലും ആ പൂന്തോട്ടത്തിൽ ചാടിക്കളിക്കുന്ന സ്വപ്നം കാണാറുണ്ട്. എങ്കിലും അവിടേക്ക് പോകുവാൻ ഇടയന്റെ അനുവാദമില്ല. ഒരിക്കൽ ഇടയൻ ആടുകളോട് പറഞ്ഞു, ആ പൂന്തോട്ടത്തിലേക്ക് ആരും പോകരുത്. അത് നിങ്ങളുടെ ജീവന് അപകടം വിളിച്ചു വരുത്തും. ഇടയൻ അങ്ങനെ പലതും പറയും. എന്തായാലും ഒരു ദിവസം ഞാനതിനെ അടുത്തുപോയി കണ്ടിട്ട് വരും. ചെറിയ അഹങ്കാരത്തോടെ ബേബിയാട് ഹൃദയത്തിൽ പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഒരു വെയിലാറിയ സമയം. ഇടയൻ ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്നു. ബേബിയാട് ആ പൂന്തോട്ടത്തിൽ ലക്ഷ്യമാക്കി താഴ്വരയിലൂടെ ഓടി. ഭൂമി നിശ്ചലമായി, ഇളങ്കാറ്റ് നിശ്ചലമായി, അരുവികൾ നിശബ്ദമായി, പക്ഷികൾ പാട്ടുകൾ നിർത്തി. അപ്പന്റെ കരത്തിൽ നിന്ന് കുതറിയോടിയ കുഞ്ഞിനെ പോലെ ബേബിയാട് ഓടി ആ പൂന്തോട്ടത്തിലെത്തി. ആ പൂന്തോട്ടത്തിന്റെ മനോഹാരിത ആസ്വദിച്ച് ബേബിയാട് ഓടി നടന്നു. അവൻ ഇടയനെ മറന്നു, തന്റെ പ്രിയപ്പെട്ടവരെ മറന്നു. അവിടെ തളിർത്തു നിൽക്കുന്ന ഇലകളെ കണ്ടിട്ട് അവന്റെ വായിൽ വെള്ളമൂറി. അവൻ കൊതിയോടെ ഇലകളിലേക്ക് നോക്കി. ആ ഇലകൾ കഴിക്കാം. ഇവിടെ ആരുമില്ല. ഇവിടെ ആരെന്നെ കാണാനാ? ബേബിയാട് ആ തളിരിലകൾ ആർത്തിയോടെ കടിച്ചു തിന്നു. എന്ത് രുചി! കുറച്ചു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ മരവിക്കുന്നത് പോലെ കൈകാലുകൾ തളരുവാൻ തുടങ്ങി. ബേബിയാട് ബോധരഹിതനായി താഴെ മറിഞ്ഞു വീണു. ബേബിയാടിന് ബോധം വന്നപ്പോൾ നേരം ചെറുതായി ഇരുട്ടി തുടങ്ങി. സൂര്യൻ തന്റെ ഭവനത്തോട് അടുത്തിരുന്നു. അവന്റെ ഹൃദയം വല്ലാതെ വിങ്ങി. ഇതൊന്നും വേണ്ടായിരുന്നു. അവൻ ചാടി എഴുന്നേറ്റ് ഇടയന്റെ അടുത്തേക്ക് ഓടി. എങ്കിലും ഇടയനെയും കൂട്ടത്തെയും അവൻ കണ്ടില്ല. അവൻ വഴിയെല്ലാം തെറ്റി ഓടി ഒരു കുഴിയിൽ വീണു. ബേബിയാട് കുഴിയിൽ കിടന്നു ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളിയുടെ അലയടികൾ അവിടെ എങ്ങും മുഴങ്ങി. ചെന്നായ്ക്കളും ദുഷ്ടമൃഗങ്ങളും ആ നിലവിളി കേട്ടു അവിടേക്ക് ഓടിയെടുത്തു. അവയുടെ ശബ്ദത്താൽ കുഞ്ഞാട് വിറച്ചു. ഒരു അനുസരണക്കേട്! ഇപ്പോൾ ദുഷ്ടമൃഗങ്ങൾ എന്നെ കടിച്ചു കീറും. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവസാനമായി അവൻ ഉറക്കെ കരഞ്ഞു, ബേബി, ബേബി. ഇടയന്റെ ശബ്ദം പോലെ അല്ല, ഇടയനാണ്. ഇടയൻ കുഴിക്കടുത്തേക്ക് ഓടിയെടുത്തു. ദുഷ്ടമൃഗങ്ങളെ ആട്ടിയകറ്റി അവനെ കോരിയെടുത്തു. ഉമ്മ വെച്ച് തന്റെ തോളിൽ കിടത്തി. ചുമലിൽ തട്ടി അവനെ ആശ്വസിപ്പിച്ചു. ബേബിയാട് നമ്മൾക്കൊരു പാഠമാണ്. ദൈവത്തോടുള്ള ചെറിയ അനുസരണക്കേട് നമ്മെ വലിയ ആപത്തുകളിൽ കൊണ്ടുചെന്നെത്തിക്കും. ആകയാൽ നാം ക്രിസ്തുവിന്റെ ആത്മാവിൽ ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരാം. ചെറുകഥ ബേബിയാട് ഇവിടെ പൂർണ്ണമാകുന്നു.